കോഴിക്കോട് കൊടുവള്ളിയിലെ CPM സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടി മാറ്റിയെഴുതി. അതെന്തിനായിരിക്കും? CPM എന്നുള്ളത് ചങ്കിലും ചോരയിലും കൊണ്ടു നടക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ പാർട്ടിയെ അവർ മാറ്റിയെഴുതിയത് എന്തിനായിരിക്കും? ഇതാ നോക്കൂ, LDF സ്ഥാനാർത്ഥി എം കെ ഷെബിൻ ഗ്ലാസ് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ആരുടെയാണ് ഗ്ലാസ് ചിഹ്നം എന്നറിയാമോ? നാഷണൽ സെക്യുലർ കോൺഫറൻസിന്റെ. ഈ നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്ന് പറയുന്നത് CPM ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പേര് മാറ്റി എഴുതിയിരിക്കുന്ന പാർട്ടിയാണ്. അത് PT റഹീം MLA പാർട്ടിയാണ് ഈ നാഷണൽ സെക്യുലർ കോൺഫറൻസ്. എന്താ കാരണം എന്നറിയാമോ? പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാതെ ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടിയാണ് ഈ പാർട്ടിയുടെ പേര് മാറ്റി എഴുതിയത്. നാമനിർദ്ദേശ പത്രികയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് പ്രതികരണങ്ങളുണ്ട്, അതുകൂടി ഒന്ന് കാണാം. CPM എന്ന് എഴുതാൻ എന്താ ഇത്ര മടി? എന്തിനാ നാഷണൽ സെക്യുലർ പാർട്ടി എന്നൊക്കെ എഴുതാൻ പോകുന്നത്? ഈ ചിഹ്നം അത്ര കുഴപ്പമാ? എന്തായാലും പ്രതികരണങ്ങളുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. കൊടുവള്ളിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഇല്ല എന്ന് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ചിഹ്നം പലതുമാണെന്ന് പറഞ്ഞ് സ്വതന്ത്രമാണെന്നാണ് അവരുടെ വിശദീകരണം. എന്നാൽ ചിഹ്നം മാത്രമല്ല, പാർട്ടി തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഞങ്ങളല്ല, ഞങ്ങൾ മറ്റൊരു പാർട്ടിയാണ്. ഈ NSUമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് ബന്ധമാണുള്ളത്? സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി കൊടുവള്ളിയിലെ 3-4 ആളുകൾക്ക് വേണ്ടി സ്വന്തം സ്വത്വത്തെ പണയം വെക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കൊടുവള്ളിക്ക് പറയാനുള്ളത്. AP വഹാബ് പ്രസിഡൻ്റായ ജനറൽ സെക്രട്ടറിയായ നാസർ കോയത്തങ്ങൾ, അദ്ദേഹം മത്സരിക്കുന്ന അതൊരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്നാണ്. ഇതെന്തൊരു വിരോധാഭാസമാണ്! UDFിനോട് മത്സരിക്കാൻ ഗതി കിട്ടാതെ അലയുന്ന അനാഥ പ്രേതം പോലെ കൊടുവള്ളിയിലെ LDF മാറുന്നു എന്നുള്ളതാണ് കൊടുവള്ളിയുടെ കാഴ്ച. ഗ്രൗണ്ടിൽ നല്ല സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. ഇതുവരെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ആളുകളുടെ ഇടയിൽ നല്ലൊരു പോസിറ്റീവ് ഉണ്ട്. മൊത്തത്തിലൊരു മാറ്റത്തിനുള്ള കാറ്റ് കാണുന്നുണ്ട്. നമുക്ക് അനുകൂലമായൊരു ഗ്ലാസ് നമ്മൾ LDFിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. പിന്നെ പൊതുവായി എല്ലാവരും LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഒരു പൊതുവായൊരു ചിഹ്നം എടുക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും പാർട്ടി 6 ചിഹ്നത്തിൽ പാർട്ടി മത്സരിക്കാനും അല്ലാത്ത മുഴുവൻ സീറ്റുകളിലും എല്ലാവരും പൊതുവായൊരു ചിഹ്നവും എടുക്കുക എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ് എടുത്തത്. അത് കൊടുവള്ളി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ കമ്മിറ്റികളുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി നമ്മളും തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയും മത്സരിച്ചത് അതിനകത്ത് തന്നെയായിരുന്നു. ജനറൽ വാർഡുകളിൽ പിന്നെ പുരുഷന്മാരും വിജയിച്ച് വരണ്ടേ, അപ്പം പിന്നെ നമ്മൾ പുരുഷനൊഴിഞ്ഞു കൊടുത്തുന്നല്ല. എന്തൊക്കെയാണ് VS സജിത്ത് ഇവിടെ സംഭവിക്കുന്നത്? പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ചിലർ വിമുഖത കാട്ടുന്നുവെന്നാണ്. വിജയസാധ്യത കണക്കിലെടുത്താണോ പാർട്ടി തന്നെ മാറ്റി മറ്റൊരു പാർട്ടിയായി എഴുതി അരിവാൾ ചുറ്റിക നക്ഷത്രമെന്ന് ഹൃദയത്തിലൊട്ടിച്ചു വെച്ച സ്ഥാനാർത്ഥികൾ ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നത്? VS, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ ലീഗ് കേന്ദ്രങ്ങളിൽ ഇത്തരം സ്വതന്ത്ര പരീക്ഷണങ്ങൾ പാർട്ടി, അതായത് CPM നടത്താറുണ്ട്. ഇവിടെ സ്വതന്ത്ര പരീക്ഷണം നടത്തുന്നത് സ്വതന്ത്ര വ്യക്തികളെ ഉപയോഗിച്ചിട്ടല്ല എന്നുള്ളതാണ് കൊടുവള്ളിയിലെ പ്രശ്നം. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ പ്രതികരണം, ജമീലയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഏരിയ കമ്മിറ്റി അംഗമാണ്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിയുടെ ചിഹ്നം ആദ്യം അരിവാൾ ചുറ്റിക പ്രസിദ്ധീകരിച്ചു, പിന്നീട് അത് ഗ്ലാസ് ആക്കി മാറ്റുന്നത് നമ്മൾ ആ പോസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചിഹ്നം മാറ്റുന്നു. അതും പാർട്ടിയുടെ ബ്രാഞ്ചിലെയും ലോക്കൽ കമ്മിറ്റിയിലെയും ഏരിയ കമ്മിറ്റിയിലെയും ഒക്കെ അംഗങ്ങൾ തന്നെ അരിവാൾ ചുറ്റിക ഉപേക്ഷിച്ച് ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അപ്പോൾ ചിഹ്നം മാത്രമാണ് മാറ്റിയത്, സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്നായിരുന്നു ഇന്നലെയൊക്കെ പാർട്ടി പറഞ്ഞത്. പക്ഷെ നമ്മൾ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുമ്പോൾ ഈ ചിഹ്നം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ പോലും ഏത് രാഷ്ട്രീയ പാർട്ടിയുമായാണ് നിങ്ങൾക്ക് ബന്ധം എന്ന ചോദ്യത്തിന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. സ്വതന്ത്രനാണെന്നോ ഇൻഡിപെൻഡൻ്റ് ആണെന്നോ അല്ല എഴുതിയിട്ടുള്ളത്. CPM ആണെന്ന് എഴുതിയിട്ടുമില്ല. പക്ഷേ എഴുതിയത് PT റഹീമിൻ്റെ പാർട്ടിയായിട്ടുള്ള നാഷണൽ സെക്യുലർ കോൺഫറൻസ് ആണ്. അത് 1-2 സീറ്റിലല്ല, 38 സീറ്റുകളിലുള്ളതിൽ 6 സീറ്റ് ഒഴികെ ബാക്കി മുഴുവൻ സീറ്റുകളിലും ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടിയാണ് പാർട്ടി തീരുമാനിക്കുന്നത്, CPM തീരുമാനിക്കുന്നത്. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി CPM അല്ലാതായി മാറുന്നുവെന്നും ലീഗിന്റെ ആക്ഷേപം എന്ന് പറയുന്നത് നാഷണൽ സെക്യുലർ കോൺഫറൻസ് CPMനെ വിഴുങ്ങുന്നു എന്നുള്ളതാണ്. അത് കൊടുവള്ളിയിൽ അത് യാഥാർത്ഥ്യമായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് എന്താ പ്രശ്നം ആ ചിഹ്നത്തിന്? ഒരു പ്രേക്ഷകൻ പറയുന്നു പാർട്ടി വേണം, ചിഹ്നം വേണ്ട എന്നുള്ളതാണ്. വിജയമല്ലേ മുഖ്യം എന്നുള്ളതാണ്. അതൊരു കല്ലുകടി ഇല്ലേ ആ വാർത്ത കേൾക്കുമ്പോൾ? പ്രത്യേകിച്ച് പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ, പാർട്ടിയുടെ ചുമതലയുള്ള ഘടകങ്ങളുടെ ചുമതലയുള്ളവർ തന്നെ പാർട്ടി ചിഹ്നം ഉപേക്ഷിച്ച് ഗ്ലാസിലേക്ക് കുടിയേറുമ്പോൾ അതിനകത്തൊരു അപാകതയുണ്ട്.
ഗ്ലാസ് പൊട്ടും. അരിവാൾ ചുറ്റിക നക്ഷത്രം അത്ര വെളുപ്പത്തിൽ പൊട്ടൂല എന്നത് മാത്രമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ കാര്യമല്ലേ, ഞാൻ അതിന്റെ ഘടനയുടെ കാര്യമാണ് പറഞ്ഞത്, അതിന്റെ ഭൗതിക രൂപത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഗ്ലാസ് ആണെങ്കിൽ ഇട്ടാൽ പൊട്ടും, അരിവാൾ ചുറ്റികയാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ പൊട്ടൂല, അത് പൊട്ടിക്കും. അതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം.